നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ എന്റെ കേരളത്തിലാണ്. എന്റെ കേരളത്തിന്റെ അകത്താണ്. അതുപോലെ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇദ്ദേഹം ചെറുപ്പൂരിലാണ്. അതുപോലെ ഇവിടെ എത്ര ദിവസം ഇവിടെ വന്നിട്ട് പറഞ്ഞു? 2 ദിവസം. നമസ്കാരമുണ്ട്. നമസ്കാരം. നമ്മളെന്തായാലും എന്റെ കേരളത്തിൽ വന്നു കേട്ടിട്ടുണ്ട്. വന്നു വരുവാനല്ല, ഒരു സ്വർഗം പോലെ എനിക്ക് ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം. അപ്പൊ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് നീരജാനാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഇൻഫോർമേഷൻ അസിസ്റ്റന്റ് ആണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ടെമ്പററി സ്റ്റാഫായിട്ട് എയർപോർട്ടിലാണ്. എയർപോർട്ട് ടൂറിസം കൗണ്ടറിലാണ്. ഇപ്പൊ ഇവിടെ സ്റ്റാളിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി ഞാൻ ഇവിടെ വന്നതാണ്. നമുക്ക് എന്താണെന്ന് സ്റ്റാളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് പോകാലോ. സ്റ്റാള് കാണാം, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പൊ ആദ്യം ഒന്ന് വിശദീകരിച്ചു തരും അല്ലെ? അടിപൊളി. ആദ്യം തന്നെ ഫസ്റ്റ് ആയിട്ട് തന്നെ ഒരു ആനിമേഷൻ പോലെ തിരമാലേന്റെ ഒരു ഇതാണ്. നമ്മളിപ്പോ ഇവിടെ കയറിയാൽ ഒരു തിരമാല. ഞാൻ ടൂറിസത്തിന്റെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതൊന്ന് കാണിച്ചു കൊടുത്തോളൂ. നമ്മ തിരുമാല ഒരു കടലിൽ പോയ പ്രതിനിധി നമുക്ക് കടലിന്റെ സൈഡിൽ പോയ ഒരു പ്രതിനിധി കിട്ടുന്നതാണ്. ഇതിന്റെ സൗണ്ട് കൊണ്ട് എത്രമാത്രം കേൾക്കുന്നറിയില്ല. നമുക്കപ്പോ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഇപ്പൊ അധികം കണ്ടുവരുന്നത് ഡെസ്റ്റിനേഷൻ വെഡിങ് ആണ്. ആ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു മാതൃകയാണ്. ഒരു ബീച്ച് സൈഡിലുള്ള ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു മാതൃകയാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അതും ടൂറിസത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് അതിന്റെ ഒരു മാതൃക കാണിച്ചതാണ് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ. അത് വളരെ ഭംഗിയായി തീർച്ചയായിട്ടും നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ ഈ അടുത്ത് എന്റെ മരുമകളുടെ കല്യാണം ഇതേപോലെയാണ് കഴിഞ്ഞത്. എല്ലാവരും ലഘുവായി ഒരു ചെറിയ ഒരു എന്താ ഒരു ഇങ്ങനത്തെ ഒരു ചെറിയ ഡെക്കറേഷനിലൂടെ അങ്ങനെ വെഡിങ് നടത്താമെന്ന് നോക്കുന്നത്. കുറച്ച് ലിമിറ്റഡ് ആൾക്കൊണ്ട് നമുക്ക് ബീച്ച് സൈഡിൽ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ടൂറിസം ഡെസ്റ്റിനേഷൻസും കുറച്ചും കൂടി ഡെവലപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് LED കാറാണ്. ഇത് LED കാറാണ്. ഇതില് ഇവിടെ LED പോയിട്ടുണ്ട്. അത് ഇത് പറഞ്ഞാല് മുളപ്പിലങ്ങാട് ബീച്ച് ഇപ്പൊ നവീകരിച്ചതായിട്ട് എല്ലാവർക്കും അറിയാലോ. ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ നൈറ്റ് വ്യൂയും ഫുള്ള് ഫ്രണ്ട് നമ്മള് ഡേയും നൈറ്റും മാറി മാറി കാണിച്ചുകൊണ്ടുണ്ട്. വലിയ ഡിസ്പ്ലേ ആയി കാണുന്നുണ്ട്. നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം പാട്ടുകളൊക്കെ അടിപൊളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാണാത്തവര് മുഴപ്പിലങ്ങാട് ബീച്ച് ഇപ്പം ഭയങ്കര ഡെവലപ്മെന്റ് ആയതിനു ശേഷം എല്ലാവരും പോയി കാണും. ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന ആണല്ലോ. ബീച്ച് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലോണം ഉപകാരപ്പെടും. ഇത് PWDന്റെ നാഷണൽ ഹൈവേന്റെ ഒരു പാലത്തിന്റെ ഒരു മാതൃകയാണ്. അതിന്റെ സൈഡിലുള്ളത് നമ്മുടെ കേരള ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷന്റെ ഒരു മല, ഒരു ഹില്ലിന്റെ ഒരു ഡെമോ ആണ്. ഈ കാണുന്നത് മലയാണ് അല്ലെ? മലേന്റെ ഒരു ഡെമോ ആണ് കേരള ടൂറിസത്തിന്റെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നമ്മൾ കണ്ട് കാണാൻ പോകുന്ന അത് നമുക്ക് അവിടെ പോയി കാണാം. അതെ, ഇപ്പൊ നമ്മള് ഇത് ഏകദേശം കഴിഞ്ഞല്ലേ? ഒരു മലയും ശരിക്കും മലയായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ നമുക്ക് തരും. അതൊരു പഴയ രീതിയിലുള്ള ഓലമേന ഒരു കുടിലാണ്. അതൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ താഴെ കാണുന്നത് അതിന് വേണ്ട വെള്ളത്തിനുള്ള കുളവും അതിന്റെ തന്നെ വെള്ളം തേവാനുള്ള പല രീതിയിലുള്ള ഉപകരണമാണ്. പിന്നെ അവിടെ ഒരു വലിയ സംഭവം ഉണ്ട്. അത് അവിടെ പോയി നമുക്ക് കാണാം. ഇനിയിപ്പോ നമ്മൾ അവിടെ പോകണല്ലേ? അവിടെ പോണേ. അയ്യോ, എന്തെങ്കിലും ആയതൊന്നും എനിക്കറിയില്ല. ഒന്നും ആയില്ല. അവിടെ കൂടി കഴിഞ്ഞ ഇതായില്ല. ഇത്രേ ഉള്ളൂ. നമ്മളത് ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്. ഒന്നുകൂടി പറഞ്ഞ നമ്മള് ഏതിലൂടെ പോകുന്നത്? ഏതാ? PWDന്റെ അവരതാണിത്. നമ്മള് പാലത്തില് PWDന്റെ പാലം അല്ലെങ്കിൽ നാഷണൽ ഹൈവേന്റെ ഒരു ഡെമോ ആണ് ഇതുവരെ കാണുന്നത്. ഇത് നമ്മുടെ ടൂറിസത്തിന്റെ ഉള്ളിലാണ് വരുന്നത്. അതിന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അതേപോലെ തന്നെ മലയും കുന്നും മലയും എല്ലാം അടിപൊളിയായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശരിക്കും ജീവനുള്ള തന്നെയാണല്ലേ? പിന്നെ ഇനിയിപ്പോ നമുക്ക് കുളത്തിൽ മീനെല്ലാം ഉണ്ടാ?
ഇല്ല, കുളത്തില് ജസ്റ്റ് കുളത്തിന്റെ ഒരു ഡാമ മാത്രമാണ്. ഇവിടെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായെന്ന്. അവിടെ വെച്ചിട്ടുള്ളത് കലമാണ്, കലം ഉണക്കാൻ വെച്ചതാണ്. വരമ്പിലൂടെ നടക്കാൻ പറ്റില്ലല്ലോ? വരമ്പിലൂടെ നടക്കാൻ പറ്റുന്ന പെർമിറ്റ് കൊടുക്കുന്നില്ല. നെല്ല് ഒറിജിനലാണ്, അപ്പൊ പോവാൻ സാധ്യതയുണ്ട്. ഒറിജിനലാണ്, അതുപോലെ തന്നെ നെല്ലെല്ലാം ഒറിജിനലാണ്. അടിപൊളി. എന്തായാലും ഇന്നത്തെ തലമുറക്ക് കാണാൻ പറ്റും, പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് കലയെല്ലാം കൂടുതലും ഈ വയലൊന്നും ഇപ്പൊ ആരും കാണുന്നില്ല. കുറെ ആള് വന്ന് അതാണ് ഫോട്ടോ എടുത്ത് പോകുന്നത്. ഇപ്പൊ 2-3 ദിവസം ആയല്ലോ എന്ന് പറഞ്ഞിട്ട് കുറെ ആൾ അതിന്റെ ഫോട്ടോ വീഡിയോ എടുക്കാനുള്ള ഇതൊക്കെ പാടിലാണ്. അപ്പൊ എത്ര ദിവസം ഉണ്ട് ഇവിടെ? ഇവിടെ ബുധനാഴ്ച വരെയാണ്, 14 വരെ അല്ലെ? എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ ഈ പഴയ വീടൊന്ന് കാണിക്കും. ഇതാണ്, എത്ര എടുത്താലും ഭംഗി മാറില്ല. നമ്മളിപ്പോ പറഞ്ഞ ആ ഒരു കല ഉണ്ടാക്കിയിട്ട് ഓൾറെഡി അവര് കണ്ണൂരാണ് അവരുടെ സ്ഥലം. അവിടുന്ന് ഇത് ചുട്ടെടുക്കാൻ സൗകര്യം ഇവിടെ ഇല്ലല്ലോ, അപ്പൊ അത് ചുട്ടെടുത്ത് കൊണ്ടുവന്ന് വിൽക്കാൻ വെച്ചതാണ്. ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന കലങ്ങളാണ്. നമുക്ക് ഇവിടെ ഇപ്പൊ ഒന്ന് കാണിക്കാനേ പറ്റില്ല ഈ വഴി. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ വരുന്ന സ്റ്റാളാണ്. എന്റെ കേരളത്തിന്റെ ഭാഗമായിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന സ്റ്റാളാണ്. അത് ഇവിടെ ഇത് പണ്ടത്തെ പ്രകൃതിപരമായിട്ടുള്ള നെൽകൃഷി, അതിന്റെ ജലചക്രം പോലുള്ള തനത് രീതിയിലുള്ള നെൽകൃഷിയെ പറ്റിയിട്ടുള്ള ഒരു ഡെമോ ആണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് തീർന്ന വെള്ളത്തിൻ്റെതാണ് ഇവിടെ. അതിന്റെ ആ ഒരു ചവിട്ടി വെള്ളം തീർന്ന മെഷീനാണ് അത്. നെൽകൃഷിയുണ്ട്. പിന്നെ അവിടെ ഒരു LED വാഴുണ്ട്. അതില് നമ്മളെ മുഴപ്പിലങ്ങാടിന്റെ ഇപ്പോഴത്തെ ഉദ്ഘാടനം കഴിഞ്ഞ മുഴപ്പിലങ്ങാട് നൈറ്റ് വ്യൂവും പകൽ വ്യൂവും അടങ്ങുന്ന ഒരു വീഡിയോ ആണ് പ്രദർശനം ചെയ്യുന്നത്. ആ കാണുന്ന LED വാഴിലുള്ളത്. പിന്നെ ഈ കയറുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്. അത് അങ്ങോട്ട് നമ്മളെന്തായാലും കേറിക്കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയതിനു ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞാൽ ഇത് ഓല മേഞ്ഞുള്ള പണ്ടത്തെ തനതായുള്ള ഒരു കുടിലിന്റെ മാതൃകയാണ്. അവരെ തന്നെ അതിന്റെ ഉള്ളില് ഇതിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാല് കല നിർമ്മാണമാണ്. അത് ഇവിടുന്ന് തന്നെ നിർമ്മിച്ച് കാണിക്കും അല്ലേ? ഇവിടെ ലൈവായി വരുന്നവർക്ക് കാണാൻ വേണ്ടി ചെയ്ത് എടുക്കുന്നുണ്ട്. ലൈവായി നിർമ്മിച്ച കലങ്ങളാണ് ഇതൊക്കെ. പിന്നെ അവിടെ ഉള്ളത് ചെയ്യുന്നത് ചെയ്യുന്ന ആളാണ്, ബാലൻ എന്നാണ് പേര്. സ്ഥലം കണ്ണൂരും ഇതിപ്പോ ചെയ്യുന്നുണ്ടോ? ചെയ്താ നന്നാവും. ഇവിടെ അതിൻ്റെതായ കളിമണ്ണിന്റെ ഇതാണ് ഇത് കാണുന്നത്. അസംസ്കൃത വസ്തുവായ കളിമണ്ണാണ് കാണുന്നത്. അവിടെ ഇത് അത് എല്ലാം ചെയ്ത് അവിടത്തേക്ക് പോകാം. ചെയ്യുന്നത് നമുക്ക് ലൈവായി കാണാം. ആദ്യം മണ്ണിവിടെ വെച്ച് മണ്ണിന്റെ നമ്മള് കളിമണ്ണ് വെച്ചു എന്നിട്ട് ഈ യന്ത്രം തിരിച്ചു. ഇത് 10 പേരെ ഉപയോഗിച്ചുകൊണ്ട് ഏത് സാധനമാണ് ഉണ്ടാക്കേണ്ടത് ആ സാധനം നമ്മൾ ഉണ്ടാക്കും. അപ്പൊ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു പൂച്ചട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. ചെറുചട്ടി നമുക്കതൊന്ന് കാണാം. ചേട്ടാ എത്ര സമയം വേണം ഇതിന്റെ? ഇപ്പൊ ഒരു 2 മിനിറ്റ് ഉണ്ടാകും അല്ലേ? ചേട്ടൻ പണ്ടുപോലെ ഉണ്ടാക്കിയിട്ട് 5 പോലെ ഉണ്ടാവും. അതെ തലമുറകൾ ഒരുപാട് അച്ഛനും അമ്മയും കീഴിൽ പഠിച്ചല്ലേ? അപ്പൊ വേറെ പറഞ്ഞു.
നമ്മൾ ചെടിച്ചട്ടിക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവര് വീടുകളിൽ വന്നാല് ശരിക്കും ഒരു പീസ് പോലും വാങ്ങാൻ വരുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മാത്രമല്ല ചേട്ടാ, ഇതിനിപ്പം വലിയൊരു ചെടിച്ചട്ടിക്ക് എത്ര വില നിങ്ങൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് 100 രൂപ കിട്ടും. 100 രൂപ കിട്ടും. റെഡിയാ? അല്ല, സ്പീഡ് കൊടുക്കണം അല്ലേ? ഏകദേശമായി വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് വെള്ളം കൊടുത്ത് കൊടുക്കണം. ചേട്ടന്റെ പേരെന്താ? ബാലൻ, മാക്കോട്ടൻ ബാലൻ. വീട് കണ്ണുപടി മുട്ടമ്പ്. അടിപൊളിയായി വരുന്നുണ്ട്. കൂടുതൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ ശ്രദ്ധയൊന്നും മാറിപ്പോകാത്ത, ശ്രദ്ധ മാറിയ കുറച്ച് ബുദ്ധിമുട്ടാണ്. വീണ്ടും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അദ്ദേഹത്തോട് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് എന്തായാലും കണ്ടാൽ പോരെ അല്ലേ? ഉണ്ടാക്കുന്ന ഒരുപാട് കുട്ടികളും അമ്മമാരും ചേച്ചിമാരെല്ലാം ഇത് ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്. ലൈവായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ശരിക്കും TV-യിലും അതുപോലെ പിന്നെ യൂട്യൂബിലെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ലൈവായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ അതൊരു കൗതുകം തന്നെയാണ്. ഏകദേശം വരുന്നുണ്ട്. പിന്നെ പ്ലേറ്റുകൾ അങ്ങനെയെല്ലാം ഉണ്ടാക്കും ചേട്ടാ? പ്ലേറ്റെല്ലാം ഉണ്ടാക്കും അല്ലേ? അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയോട് കൂടി എല്ലാം റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇതിപ്പോ ലൈവായിട്ട് വരുന്നതുകൊണ്ട് ആൾക്കാർ ഇങ്ങനൊരു സഞ്ചിസ് കൊണ്ടുപോയാൽ അതെന്താ സാധനം? സഞ്ചിസ്. സഞ്ചിസ്. ഇതിനെ കൊണ്ട് മുറിച്ചെടുക്കുക. ഇപ്പൊ മുറിച്ചെടുത്താ? എടുത്തു. ഇനിയിപ്പോ നമ്മള് ഇതൊരു പൂച്ചട്ടിയാക്കും. പൂവായിട്ട് മാറ്റാം. ഇപ്പം റെഡിയായ എന്തായാലും ചെടിച്ചട്ടി അല്ലേ? ഡിസൈൻ കൊടുക്കുക അല്ലേ? ഡിസൈൻ കൊടുക്കും. അതുപോലെ അടിപൊളിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അല്ലേ? വളരെ പെട്ടെന്ന് അടിപൊളി. ചേട്ടാ, ഇതിക്കൂടെ ഡിസ്പ്ലേ ജനങ്ങൾക്ക് കാണാൻ വെക്കുവാണോ? ഞാനിത് രണ്ടാമത് ഈ മണ്ണെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലെ ഉണ്ടാക്കും. എന്തായാലും സൂപ്പറായിട്ടുണ്ട് ചേട്ടാ. കാണാൻ സാധിച്ചതിന് സന്തോഷമുണ്ട്. ചേട്ടാ കാണാം. ചേച്ചി നമസ്കാരം. പേരെന്താ ചേച്ചി? രാധ. അദ്ദേഹത്തിന്റെ വൈഫാണല്ലേ? അപ്പൊ ഇതിപ്പം ഇവിടെ വിൽക്കാനുള്ളതാണോ? അല്ല, ഇവരെ ഇതിന് വന്നതാണ്. അപ്പൊ കുറച്ച് സാധനം കൊണ്ടുവന്നു ഉണ്ടാക്കിയത്. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടല്ല? സെയിൽ ചെയ്യുന്നേ. നമുക്കങ്ങനെ ജോലി ഇവിടെ സർക്കാരിന്റെ വന്നോണ്ട് ഞാനും കൂടെ ഇവരെ വിട്ട് വന്നു. കൊണ്ടുവന്നതാണ്. ഇന്നലെ ഒന്നും വന്നിട്ട്. അതെ അല്ലേ? ഇതുവരെ സെയിലായ കുറച്ച് അത്രയും എല്ലാവരും ഒന്നാമത് കാണാനും കൂടിയാണ് ആൾക്കാർ സാധനം വാങ്ങാൻ വന്നിട്ട് കാണുമ്പോൾ ചിലപ്പോ ആൾക്കാർ വാങ്ങും അല്ലേ? വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങള്? വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് ചുട്ടെടുത്തിട്ടാണ് സ്കൂളിൽ പോലുണ്ട്. സ്കൂളിലെല്ലാം പഠിക്കാൻ വേണ്ടി പോലുണ്ട്. ഇപ്പൊ എന്തായാലും കരുതപ്പെട്ടതിൽ സന്തോഷം ചേച്ചി. കച്ചവടം അങ്ങനെ നടക്കട്ടെ. അതുപോലെ ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിക്കും നമ്മൾ പുണ്യകർമ്മ ചെയ്യുന്നത്. അതായത് കലങ്ങളും ചട്ടിയും ഉണ്ടാക്കിയിട്ട് ആഹാരം പാകം ചെയ്യാനാണ് നമ്മൾ ഈ കലങ്ങളും ചട്ടിയും. ശരിക്കും പഴയ കാലത്ത് ആ കലങ്ങളും ചട്ടിയും ഇനിയും ഉപയോഗിക്കണം അല്ലേ? അതെ തലമുറ എടുക്കുന്നില്ലല്ലോ. അതല്ലേ അതാണ്. ഇവിടെ വന്നാലേ വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റും. ഇപ്പൊ എന്തായാലും വണ്ടിക്ക് പോകാനുള്ള സമയമായി അല്ലേ? അപ്പൊ ഒന്ന് ശരി കാണാം നമുക്ക്. അപ്പൊ കുറെ കാഴ്ചകൾ നമുക്ക് കാണാം. എന്തായാലും ഇവര് പോകുന്നോണ്ട്
വളരെ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തന്നെ ആളാണിത്. അപ്പൊ നമുക്ക് മറ്റുള്ള കാഴ്ചകൾ കുറച്ചൊന്ന് കാണാം അല്ലെ.